ഗൈസ് ആദ്യം തന്നെ നമുക്കിതാ കൃഷ്ണകിരീടം പറഞ്ഞിട്ടുള്ളതാ ഈ ഒരു പൂന്ന് തുടങ്ങാം. ഇതിന്റെ പേര് കൃഷ്ണകിരീടം എന്നാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉള്ള പൂക്കളും ചെടികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പോവാണ്. തേർഡ് പാർട്ട്. ഇപ്പോൾ മഴയൊക്കെ നന്നായി കഴിഞ്ഞ് റെഡ് അലേർട്ടൊക്കെ ആയിട്ട് 2 ദിവസമൊക്കെ അവധിയായിരുന്നു ഇവിടെ കോഴിക്കോട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതാ കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പൂക്കളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കാട്ടിത്തരാം. ഓക്കെ ഗൈസ്, ദാ ഇവിടെ കുറേ കാക്കപ്പൂ ഉണ്ട്. അതിലെന്തൊരു പ്രാണിയുണ്ട്. ഇതാ കുറേ കാക്കപ്പൂകൾ എന്ന് നമ്മൾ പറയാൻ പറഞ്ഞ് കുറേ പൂക്കളുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ കാക്കപ്പൂവ്. ഇതാ ഇതൊക്കെയാണ് കാക്കപ്പൂവ്. പിന്നെ ഇതാ ഇതിൻ്റെ തൊട്ടടുത്താണ് ഇതാ ഒരു പിങ്ക് കളറ് പൂ. ഇതിന്റെ പേരാണ് ബാൾസം പൂ എന്നാണ് ഈ പൂവിന്റെ പേര് ഗൈസ്. പിന്നെ നമ്മുടെ കൃഷ്ണകിരീടത്തിന്റെ താഴെ വേറൊരു കളർ ചേഞ്ച് ബാൾസം പൂ. ഇതിന്റെ റിയൽ കളർ നിങ്ങൾ കാണുന്ന പോലെ പർപ്പിൾ അല്ല കേട്ടോ. ഇതാണ് ഇതിന്റെ റിയൽ കളർ. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ടാ. ഇതാണ് നമ്മുടെ റിയൽ കളർ. പിന്നെ ഇതെന്താ ബാൾസം തന്നെയാ. ഇതും മറ്റൊരു കളർ ബാൾസം. ഓക്കെ ഗൈസ്, ഇതാ നമ്മുടെ OG ഓർക്കിഡിന്റെ അടുത്ത് നമ്മുടെ ഒരു യെല്ലോ കളർ ഓർക്കിഡ്. ഇതിൻ്റെ ഒരു ടീച്ചർ തന്നായിരുന്നു ഞാൻ 7-ലോ 8-ലോ പഠിക്കുമ്പോൾ. ഇതാണ് ആ ഓർക്കിഡ്. ഇത് കുറച്ച് മഞ്ഞ നിറ അല്ലേ അച്ഛമ്മ? ആ യെല്ലോ ഗൈസ്. ഇവിടെയും ഈ ഒരു തെങ്ങിന്റെ ഇതിലും നമ്മുടെ ഓർക്കിഡ് ഉണ്ട്. പിന്നെ ഇതെന്ത് പൂക്കളമ്മേ? അരിപ്പൂ. നല്ല അരിപ്പൂക്കൾ. പിന്നെ ഗൈസ് ഇവിടെ ഒരു ചോപ്പ് മുസാണ്ട ഉണ്ട്. നല്ല ചോപ്പ് റെഡിഷ് മുസാണ്ട. അതിൽ റോസ് കാണുന്നത്. അതാണ് ഇതിന്റെ കറക്റ്റ്. ഇതാണ് ഇതിന്റെ റിയൽ നിറം. ഇത് നമ്മുടെ പപ്പായന്റെ കർമൂസന്റെ ഒരു തൈയാണ്, ഒരു മരമാണ്. അതിന്റെ ബാക്കിലായി പോയി ബാക്കിയുള്ള മുസാണ്ടൊക്കെ. അതാ ഗൈസ്. പിന്നെ ഇവിടെ കാട്ടുചമ്പക ഉണ്ട്. സോറി ഗൈസ്, കാട്ടുചമ്പകല്ല, തെറ്റിപ്പോയി ഗൈസ്. ഇവിടെ നമ്മുടെ കാക്കപ്പൂക്കളുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു അടിപൊളി ഓറഞ്ച് ഫ്ലവേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ പൂ. നല്ലൊരു ചുമന്ന പൂവാണ്. ജറബറ എന്നാണ് പോലും ഇതിന്റെ പേര്. ഇതാ ഗൈസ് ഇപ്പം കാണുന്നില്ല. ഇതാണ് കേട്ടോ പൂ. ഇതിൽ ക്യാമറയിൽ തീരെ ആ ഒരു ആംഗിൾ ഒന്നും റെഡി ആവാൻ തീരെ കിട്ടുന്നില്ല. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ പൂ, ജറബറ ഗൈസ്. പിന്നെ നമ്മുടെ ഇവിടെ തോട്ടവാഴ. ഇതിനെ തോട്ടവാഴ എന്ന് പറയാം. ഇതാണല്ലോ ഒരു ഓറഞ്ച് കളറാണ്. ഗൈസ്. പിന്നെ നമ്മുടെ തോട്ടവാഴേന്റെ താഴെ നമ്പ്യാർ വട്ടം ഉണ്ട് ഗൈസ്. നല്ല അടിപൊളി പൂവാണ് ഇത്. നമ്പ്യാർ വട്ടം ഗൈസ്. ഇത് ഒരു തരം ഓർക്കിഡാണ്. വെള്ളമുണ്ട്. പിന്നെ ഇവിടെ പർപ്പിൾ ഉണ്ട്. പർപ്പിൾ ഓർക്കിഡും ഉണ്ട്. ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. ഗൈസ് താഴെ ഇത് കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട് ഈ ഓർക്കിഡൊക്കെ. ഗൈസ് ഇപ്രാവശ്യം കുറേ ഒടാപ്പൂക്കളുണ്ട്. കണ്ടില്ലേ? പിന്നെ ഇവിടെ കണ്ടില്ലേ? ഇവിടെയും ഉണ്ട്. കുറേ ഉണ്ട്. ഇതിനെ ഒടാപ്പൂ കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഒടാപ്പൂ അല്ലാന്ന് അമ്മ പറഞ്ഞു. അമ്മ ഒടാപ്പൂ എന്ന് പറഞ്ഞ് അച്ഛമ്മ ഒടാപ്പൂ അല്ല എന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞ് ഇതൊരു കോളാമ്പിപ്പൂ എന്നും പറയും പോലും ചിലവരിതിനെ. ഗൈസ് ഇതാണ് ഇവിടുത്തെ മൊത്തം ഒരു വ്യൂ. ഇവിടെ കുറേ പൂക്കളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാട്ടിയ പൂക്കളൊക്കെ തന്നെ. ഗൈസ് ഇവിടെ ശ്രേയിച്ച് വന്നിട്ടുണ്ട്. സമൃദ്ധ ചേച്ചിയും കൂടി ബോൾ എറിഞ്ഞ് കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഗൈസ് ബോളല്ല, സപ്പോർട്ടറിന് കളിക്കുക. ഇനി സപ്പോർട്ടാണ്. എനിക്ക് പിന്നെ മനസ്സിലായി. ചേച്ചി സപ്പോർട്ട കഴിച്ച് പഴുക്കാത്ത സപ്പോർട്ട കഴിച്ചിരിക്കുക. ഒരു ബോളായിട്ട് കളിച്ച സപ്പോർട്ടല്ലേ, അതന്നെ അങ്ങോട്ട് എടുത്ത് കഴിച്ചിരിക്കുക. ഗൈസ് ഈ പൂ കണ്ടില്ലേ നിങ്ങള്? ഈ പൂവിന്റെ സോറി ഗൈസ്, ബസ് പോയതാണ്. ഈ പൂവ് കണ്ടില്ലേ? ഈ പൂവ് രണ്ടും ഒരേ ടൈപ്പ് തന്നെയാണ്. പക്ഷെ ഒരു ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഈ പൂവ് കണ്ട, ഈ പൂ ഗൈസ്. ഈ പൂവിന്റെ പേര് അറിയാൻ മേലാഞ്ഞിട്ട് കേട്ടോ, തീരെ അറിയത്തില്ല. ഗൈസ് സമൃദ്ധ നമ്മുടെ ഇവിടെ ഉണ്ട്. സമൃദ്ധ ആദ്യമായിട്ടല്ല ഒരു ഫ്ലവർ ലൈഫ് അല്ല പ്ലാന്റ് ലൈഫ് വീഡിയോയിൽ വരുന്നത്. ശരി അച്ഛമ്മന്റെ കൂടെ അല്ലേ പൂക്കളെ കാട്ടുന്നതില്. അപ്പൊ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.